ഇതേപോലെ ഒരു ഇന്നോവൻ്റെ കീ നിങ്ങൾക്ക് ഒരാൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കാനാവോ അല്ലെങ്കിൽ വരും, ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ഇതിൻ്റെ കീ. ലോക്ക് അൺലോക്ക് ബട്ടൺ കാണാം, ബാക്കിലായിട്ട് ഇതിൻ്റെ ലോഗോ കാണാം, അത്രേ ഉള്ളൂ. ലോക്ക് ചെയ്യാം. സീറ്റിൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ അകത്ത് കയറി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണ്ടാവുക? സോ ഇതാണ് ഇതിൻ്റെ കീ. നമുക്ക് ഇവിടെ ആയിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടർ ബട്ടൺ കാണാം. നമ്മൾ നോർമൽ കാറിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അവിടെ പ്ലേസ് ചെയ്യാം. അതേപോലെ സ്റ്റാർട്ടാക്കുക. സോ കാർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് മ്യൂസിക് സിസ്റ്റം കാണാം, മുകളിലെ ടൈം കാണാം, AC കൺട്രോൾസ് കാണാം, ഹസാർഡ് ലൈറ്റ്, AC ബട്ടൺസ് കാണാം. പിന്നെ ഇവിടെ മറ്റേ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. ഇവിടെ ഇതിൻ്റെ ഗിയർ ലിവർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് റിവേഴ്സ്. ഇവിടെ ആയിട്ട് ഹാൻഡ് ബ്രേക്ക് കാണാം. പിന്നെ ഇവിടെ ആയിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മിറർ കൺട്രോൾസ് കാണാം. പിന്നെ ഡോറിലായിട്ട് വിൻഡോസ് അപ്പ് ആൻഡ് ഡൗൺ, വിൻഡോസ് ലോക്ക്, അതേപോലെ തന്നെ ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺ കാണാം. പിന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൺഗ്ലാസ് വെക്കണമെങ്കിൽ സൺഗ്ലാസ് ഹോൾഡറും ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററിന്റെ ബട്ടൺ കാണാം. ഇവിടെ ആയിട്ട് വൈപ്പറിന്റെ ബട്ടൺ കാണാം. രണ്ടും ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ മാനുവലൈറ്റ് ചെയ്യണം. നമ്മൾ ഒരുപാട് വാഹനങ്ങൾ അത് ഓട്ടോമാറ്റിക്കാണ് കണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നോവ ഓടിക്കാൻ. വളരെ സിമ്പിളാണ്. ഇനി ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇരിക്കുക, ഓഫ് ചെയ്യുക. അപ്പോൾ ഇന്നോവ ഓടിക്കാനകത്ത് ചങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തു.